എല്ലാവർക്കും നമസ്കാരം. ഞാനതാ വർക്കൗട്ട് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം ഇപ്പോൾ ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എനിക്കറിയില്ല. കാരണം ഞാൻ ഈ ഓൺ വോയിസ് വീഡിയോ ചെയ്ത് തുടങ്ങുന്ന സമയത്ത്, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാനെടുത്തൊരു തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവഴി ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെന്നുണ്ടെങ്കിൽ ആരെയും ജഡ്ജ് ചെയ്യാനോ നിൽക്കാൻ പാടില്ല എന്ന് ഞാനൊരു ഉറച്ച തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം വേറൊന്നുമല്ല, ഈ കുറവുകളും കുറ്റങ്ങളും ഇല്ലാത്തൊരു മനുഷ്യനുമില്ല ഞാനടക്കം. അപ്പോൾ അതുകൊണ്ട് അതിന് ഞാൻ ആളല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് മറ്റുള്ളവർക്ക് ഗുണപ്രദമാകുമെന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം വേറൊന്നുമല്ല, ഈ ഫിറ്റ്നസ് അല്ലെന്നുണ്ടെങ്കിൽ ബോഡി ബിൽഡിങ് പോലുള്ള കാര്യങ്ങൾ ഞാനൊരു നാട്ടിൻപുറത്ത് ജനിച്ച് വളർന്ന ആളാണ്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പല മേഖലയിലും ഈ പറയുന്ന ഇങ്ങനെയുള്ള ബോഡി ബിൽഡിങ് അല്ലെന്നുണ്ടെങ്കിൽ ഫിറ്റ്നസ് ഒക്കെ നിലനിർത്താനായിട്ട് ജിമ്മിൽ പോകുന്നത് എന്തോ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് പലപ്പോഴും ആൾക്കാരിൽ നിന്നൊക്കെ റെസ്പോൺസ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ പലതരത്തിൽ ഞാൻ ബോഡി ബിൽഡിങ്ങിലേക്ക് വന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ആക്റ്റീവ് ബോഡി ബിൽഡറൊന്നും അല്ല. ഞാൻ ഫിറ്റ്നസ്സാണ് എൻ്റെ ഏറ്റവും വലിയ എൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ബോഡി ബിൽഡിങ്ങും ഈ പറഞ്ഞ കോമ്പറ്റീഷനൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നേ ഉള്ളൂ. മാത്രമല്ല, ഞാൻ എന്നെ സംബന്ധിച്ചോളം ഒരു നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈവൻ ഞാൻ വേ പ്രോട്ടീൻ വരെ കഴിക്കുന്നത് ഒരു പക്ഷേ ഈ പറഞ്ഞ കോമ്പറ്റീഷൻ സമയത്താണ്. അല്ലാതെ ഞാൻ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്ന ഒരാളല്ല. എന്നാൽ എൻഹാൻസ്ഡ് ബോഡി ബിൽഡേഴ്സ് കണ്ടമാനമുണ്ട്. അത് അവരുടേതായ ചോയ്സാണ്. അതൊന്നും കാര്യമല്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഇപ്പം ജിമ്മിൽ പോകുന്നതൊക്കെ തന്നെ ഈ പറയുന്ന എന്താ പറയുക, ബോഡി ബിൽഡ് ചെയ്യാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാന്നും അതുപോലെ തന്നെ ഫിറ്റ്നസ് നിലനിർത്താൻ ജിമ്മിൽ പോകുന്നത് എന്തോ ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതും മാത്രമല്ല, ഒരു പ്രത്യേക ഏജ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പോകാൻ പാടില്ല എന്ന തരത്തിലുള്ളൊരു, അത് എല്ലാവർക്കും ഇല്ല, ഞാൻ പറഞ്ഞ ഒരു ചെറിയ ശതമാനത്തെങ്കിലും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അക്കാര്യത്തിൽ എനിക്ക് നല്ല ഒരു വിഷമമുണ്ട്. കാരണം ഈ പറയുന്ന ഈ മാറി വരുന്ന ജീവിത സാഹചര്യം, ഈ പറയുന്ന അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് ജനം ഇതൊന്നും മാറി ചിന്തിക്കുന്നില്ല എന്നൊരു വിഷമമുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ പറഞ്ഞ റൂറൽ സൈഡിലുള്ളവരുടെ ചിന്താഗതി ആയിക്കോട്ടെ, അല്ലാതെ തന്നെ കുറേ ആൾക്കാരുടെ ചിന്താഗതി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ, ഈ പറയുന്ന ഒരാൾ ജിമ്മിലോ ഒക്കെ പോയിട്ട് ബോഡി ഒന്ന് സെറ്റായിട്ട് വരുമ്പോൾ സമയത്ത് അയാളെ എങ്ങനെ ഈ പറയുന്ന പോലെ ബോഡി ഷേമിങ് നടത്താമെന്ന രീതിയിൽ പല ആൾക്കാരും ഇങ്ങനെ സംസാരിക്കുകയും കമൻറ്റിൽ കൂടെ ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പോൾ നാച്ചുറൽ ആയിട്ട് ബോഡി ബിൽഡപ്പ് ചെയ്യുന്ന ആളായിക്കോട്ടെ, അല്ലെ എൻഹാൻസ്ഡ് ബോഡി ബിൽഡർ ആയിക്കോട്ടെ, അയാൾ ഈ പറയുന്ന 2-3 മണിക്കൂറുകൾ ഈ പറയുന്ന ജിമ്മിൽ വന്ന് നല്ല രീതിയിൽ കഷ്ടപ്പെടാതെ ഒരിക്കലും ബോഡി സെറ്റാകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു നിമിഷം കൊണ്ട് പറയുന്ന ഒരു കമൻറ്റ് അയാൾ ഒരുപക്ഷെ വർഷങ്ങളോളം 5-10 വർഷം അയാൾ കഷ്ടപ്പെട്ടിട്ട് ഒരുപക്ഷെ ഈ അയാൾക്ക് അയാളുടെ ജോലി, അയാളുടെ കുടുംബം ഇതെല്ലാം നോക്കുന്നതിനോടൊപ്പം ആയിരിക്കണം അയാൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിന് ഒരിക്കലും വില കുറച്ച് കാണിക്കുകയോ നമ്മളൊരു കമൻറ്റ് കൊണ്ട് പോലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാര്യം അത് മനസ്സിലാക്കണം. ഈ ഓരോ ബോഡി ബിൽഡർമാരും നമ്മൾ കാണുമ്പോഴത്തേക്ക് അവരുടെ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ 1-2 മിനിറ്റുള്ള ലൈംലൈറ്റിൽ നിൽക്കുന്ന ഒരു വീഡിയോ അല്ല നിങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ ഫോട്ടോ ആണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ ആ ഒരു ബോഡി ആ ഒരു ലെവലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ വർഷങ്ങളോളം കഷ്ടപ്പെട്ട ഒരു വേദന അല്ലെങ്കിൽ ബുദ്ധിമുട്ട്, പ്രയാസം നമ്മൾ കാണാതെ പോകരുത്. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇത് എല്ലാവരും ഇതേപോലെയാണെന്നല്ല ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ളവർ ചിന്തിക്കേണ്ട കാര്യം, ഞാൻ എൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, മൊത്തത്തിലുള്ള കാര്യമാണ് പറയുന്നത്. അവർ അത്തരത്തിലൊരു അച്ചീവ്മെൻറ്റിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി സമയം കൊടുത്തിട്ടുണ്ട്, അവർ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മറ്റുള്ളവരുടെ ഈ പറയുന്ന നേട്ടങ്ങൾ നമ്മൾ പ്രകീർത്തിച്ചില്ലെങ്കിൽ പോലും അതിനെ നമ്മൾ എന്താ പറയുക, അതിനെ മോശമായിട്ട് കാണാതിരിക്കുക, അങ്ങനെ മോശം കമൻറ്റുകൾ പറയാതിരിക്കുക. ഓക്കെ, താങ്ക് യു.